ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചു കൊല്ലുന്ന ഭർത്താവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയവരുണ്ടാകാം, അല്ല അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നവരുണ്ടാകാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ സ്വന്തം അനുഭവം പോലെ എനിക്ക് പങ്കുവെക്കാൻ പറ്റുന്നത് ഞാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ കണ്ണിൽ കണ്ടു അല്ലെങ്കിൽ അങ്ങനെ കണ്ടതുകൊണ്ട് അങ്ങനെ കാണുന്ന രീതിയിൽ പ്രവർത്തിക്കില്ല കേട്ടോ. എന്നാലും നമുക്കറിയുന്ന കാരണം ഞാനത് പങ്കുവെച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ മക്കൾക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഉപകരണം അത്ര മാത്രമേ ഉള്ളൂ ഭാര്യ. അല്ലാതെ അവൾക്ക് ആ വീട്ടിൽ യാതൊരുവിധ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ തൻ്റെ വീട്, തൻ്റെ ഭർത്താവ്, തൻ്റെ മക്കൾ എന്ന ഒരു ചിന്താഗതിയോടുകൂടി അവൾ പെരുമാറിയാൽ പോലും അവൾക്ക് അവിടെ ഒരു അങ്ങനെ പറഞ്ഞ സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല ഒരു അവകാശം ഇല്ല കേട്ടോ. മക്കളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെതായിക്കോട്ടെ അവൾക്കൊരു അവകാശമില്ല. എന്തിന്, ചുരുക്കം ശ്വാസം വിടണമെങ്കിൽ പോലും അവളോട് ഭർത്താവ് സമ്മതിച്ചാൽ മാത്രമാണ് ശ്വാസം വിടാനായിട്ട് പറ്റുള്ളൂ. പൊതിഞ്ഞ് പിടിച്ച് കൊണ്ട് ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. ഇന്നിപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ അവൾ രാത്രിയാ എന്ന് സമ്മതിക്കണം. അതായത് പകലാണെങ്കിൽ പോലും ഭർത്താവ് എന്താ പറഞ്ഞിട്ട് അതങ്ങോട്ട് സമ്മതിക്കണം. അപ്പോൾ അവളോട് ഇടത്തോട്ട് തിരിയെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയണം, വലത്തോട്ട് തിരിയെന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയണം. അപ്പോൾ ശരിക്കും ഒരു യന്ത്രം. ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറയുന്ന ആള് കട്ടിലിൽ അങ്ങോട്ട് ഇരിക്കും, കാലിൽ സോക്സ് ഇട്ട് കൊടുക്കണം, ഷൂ ഇട്ട് കൊടുക്കണം, ഷൂ പോളിഷ് ചെയ്യണം, അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുക്കണം. അതൊക്കെ നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാൻ സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ. ഉള്ള വീട്ടിൽ നിന്ന് വീട്ടുകാർ വരിക, അമ്മയും അച്ഛനും അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ വരുമ്പോൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് അവളോട് പറയും അവർക്ക് ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, ചിക്കൻ വാങ്ങിക്കുക അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെപ്പോഴെങ്കിലും അല്ലേ വരുള്ളൂ, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ അവരോട് പറയും. റൂമിൽ വന്നാൽ അവളോട് പറയും എന്തിനാ അവർ വന്നത്, ഇവിടെ താമസിക്കാനാണോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവളോട് ചോദിക്കും. പക്ഷെ അവൾക്കത് പുറത്ത് മിണ്ടാൻ പറ്റുമോ? ഇവർ വരണ്ടാന്ന് ഇവരോട് പറയാൻ പറ്റുമോ? ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ. അതുപോലെ തന്നെ വീട്ടിൽ വിരുന്നുകാരാരെങ്കിലും വന്നാൽ പോലും അവരെ മുന്നിലൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ ആ ആൾക്കാരുടെ മുന്നിൽ ഇവൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കുറക്കെ ഭക്ഷണം ആവശ്യപ്പെടുക അല്ലെങ്കിൽ ആൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടും. അപ്പോൾ ആ നിമിഷം അവൾ ഓടിച്ചെല്ലുമല്ലോ. അങ്ങനെ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ അവളോട് പറയും എന്താ ന്യായം വെച്ച് നിൽക്കുന്നത്, എന്താ അതിൻ്റെ ആവശ്യം, പിന്നെ ആൾക്കാർ വന്നിട്ട് വെച്ചിട്ട് അവരുടെ അടുത്ത് ന്യായം വെക്കണ്ടേ, എന്താ അത് കഥ എന്ന് പറയും. വീട്ടുകാർ വരുമ്പോൾ വീട്ടുകാരോട് വരണ്ടാന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയാനോ, അത് പറയാനോ വെച്ചാൽ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയാൻ തോന്നാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ വിഷമം മറ്റുള്ളവർ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒന്നിലും വിടാതെ ഇത് ഇവിടുന്നുള്ളത് കേട്ടിട്ടുള്ള മാനസിക വിഷമം, അങ്ങനെ വീട്ടുകാരെ കാണുമ്പോഴുള്ള വിഷമം, അങ്ങനെ ഇങ്ങനൊരു അവസ്ഥയിൽ ജീവിച്ചു പോകുന്നവർക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണ് ആ അവസ്ഥ അറിയുള്ളൂ കേട്ടോ. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ അവനവൻ്റെ വീട്ടിൽ, അതായത് ഭർത്താവിൻ്റെ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം, എപ്പോൾ വേണമെങ്കിലും വരാം. അവർ വിളിച്ച് പറയും കൂടിയും വേണ്ട കേട്ടോ. ഭക്ഷണം വന്നു കഴിഞ്ഞാൽ ഭാര്യ ഇവിടെ തയ്യാറാക്കി ഉണ്ടാവണം. കാരണം വിളിച്ച് പറഞ്ഞില്ല എന്നുള്ളത് അവിടെ പറയാൻ പാടില്ല. അപ്പോൾ 4 or 5 പേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് നമ്മൾ കരുതന്നെ വേണ്ടേ. അപ്പോൾ അങ്ങനെ കരുതണം. അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഈ ഉച്ച നേരത്ത് വന്നാൽ എന്താ കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പിക്കൊള്ളണം. അവർ വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്, എൻ്റെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, അത് വിളമ്പിക്കൊള്ളണം, അത് ഉണ്ടാക്കിക്കൊള്ളണം, നീ എങ്ങനെയാ അച്ഛൻ ഉണ്ടാക്കിക്കോ. അത് ഭാര്യ വീട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ടും വരാൻ പാടില്ല, വന്നിട്ട് ഭക്ഷണം കഴിക്കാനും പാടില്ല. കഴിക്കുന്നതിന് കണക്ക് പറയും, ഭാര്യയോട് പറയും തിന്ന് മുടിക്കാനായിട്ട് വന്നു നിൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും എന്നെ മുടിക്കാനായിട്ട് വന്നു, അങ്ങനെയാണ് അവർക്ക് എന്തെന്നാണ് സദ്യവട്ടം ഒരുക്കണം, നാണല്ലേ വന്ന് നിൽക്കാനായിട്ട്, അങ്ങനെയൊക്കെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ മനസ്സിൽ നെഞ്ചിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന വേദന എത്രയാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവൾക്ക്. അപ്പോൾ ആ ഒരു വിഷമം ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം അല്ലേ. ഇതൊക്കെ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ അറിയിക്കാതെ ജീവിക്കാനും അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനും കഴിയും. തൻ്റെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ആ ഫോൺ കോളിൽ ലൗഡ് സ്പീക്കർ ഇട്ട് വേണം സംസാരിക്കാനായിട്ട്. തൻ്റെ അമ്മയായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇനി തൻ്റെ റിലേഷനിലുള്ള ആരും ആയിക്കോട്ടെ, ആരുടെ കോള്, അതായത് ഭാര്യയ്ക്ക് ആരുടെ കോള് വന്നാലും ആ കോള് ലൗഡ് സ്പീക്കറിലിട്ടിട്ട് ഇരുന്ന് സംസാരിക്കണം.
തിരിച്ച് ഇവൾക്ക് അങ്ങോട്ട് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ അതിപ്പുറത്തുനിന്ന് ഹസ്ബൻഡ് പറയുന്ന മറുപടി അനുസരിച്ച് പറയാൻ പാടൂ. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അവൾ പറയണേ, എന്തിനാ മറ്റുള്ളവർക്ക് വിളിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് വിളിക്കുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ആരുടെ കോൾ വന്നാലും ഇപ്പോൾ എടുക്കാറില്ല എന്ന്. അത് വെച്ചാൽ ഒരു ഫ്രീഡം ഇല്ല, അത് സ്വാതന്ത്ര്യം ഇല്ല, ഒരു കോൾ എടുക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല വെച്ചാൽ പിന്നെ എന്താ. അതുപോലെ ഭർത്താവിന് കോൾ വന്നാലോ, ഭർത്താവിൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അതുമല്ലെങ്കിൽ ഫ്രണ്ട്സോ ആര് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിൽ വിളിക്കാം. ഏത് സമയത്ത് വിളിച്ചാലും ആ കോൾ ആൾ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ മുറ്റത്ത് പോയിട്ട് സംസാരിക്കും അത്ര. അപ്പോൾ വീട്ടിലിരുന്ന് സംസാരിക്കില്ലേ, മുറ്റത്ത് പോയിട്ട് സംസാരിക്കും. അപ്പോൾ ആൾക്ക് എന്തും ആവാം, ഭാര്യയ്ക്ക് ഒന്നും പാടില്ല. അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യയ്ക്ക് പാചകം ചെയ്യാൻ അറിയില്ല, ഭാര്യയ്ക്ക് ഡ്രസ്സിങ് അറിയില്ല, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ സംസാരിക്കുക. ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇവൾ പറയുകയാണ്, ചുരുക്കം എനിക്ക് എവിടേക്കും പോകാൻ താല്പര്യമില്ല, ഏതെങ്കിലും ഫംഗ്ഷന് പോയാൽ അതിനങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കും, എൻ്റെ പാചകത്തെക്കുറിച്ച് സംസാരിക്കും. മറ്റൊരു വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, നമ്മൾ ഉണ്ടാക്കണേക്കാൾ നന്നായിട്ടൊന്നും ആവില്ല ചിലപ്പോൾ അവർ ഭക്ഷണം പാചകം ചെയ്യുക. എന്നിട്ടും പറയും, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയേ, എൻ്റെ ഭാര്യ എന്നാ എനിക്കിങ്ങനെ ഉണ്ടാക്കി തരിക, എങ്ങനെയാണ് അവളിങ്ങനെയൊക്കെ ആവുക എന്ന് എനിക്ക് അറിയില്ല, ഞാൻ ആലോചിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയും. ഇത്രയും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ജീവിച്ച് പോകാനായിട്ട് കഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം യാതൊരു സ്വാതന്ത്ര്യം ഇല്ല, ഒരു കൂട്ടിലിട്ട പോലെ. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം എടുക്കണമെങ്കിൽ പോലും ഭർത്താവിൻ്റെ സമ്മതം വേണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ജീവിച്ച് പോവുക. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്നേഹം കിട്ടിയാലും ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് അനുഭവിക്കാൻ അല്ല, നമുക്കിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ, അത് പക്ഷെ അത് അനുഭവിക്കുന്നവരുടെ വേദനയും വിഷമം എന്താണെന്നുള്ളത് അവർക്ക് അറിയുള്ളൂ കേട്ടോ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും സാഡിസ്റ്റാണോ എന്ന്, ചിലപ്പോൾ വിചാരിക്കും എങ്ങനെയൊക്കെ ആണെങ്കിലും അനുഭവിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കൂടെ കഴിഞ്ഞ് പോവുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഏത് പാതിരാത്രിക്കും അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് കഴിക്കണം തോന്നുമ്പോൾ മാത്രമാണ് കഴിക്കുള്ളൂ. അപ്പോൾ രാത്രി 8 മണി തൊട്ട് 8:30യുടെ ഉള്ളിൽ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ദിവസം ആൾക്ക് ഒരു ഭ്രാന്ത് കയറിയ പോലെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 8 മുതൽ 8:30 വരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ആൾക്ക് തോന്നുകയാണ്, ആളപ്പോൾ TV ഇട്ടിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിച്ചിരിക്കും. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ 9 മണി 10 മണിയൊക്കെ ആയി. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയ ഭക്ഷണം ചൂടാറിയുണ്ടാവില്ലേ, അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ എന്താ, വീണ്ടും ചൂടോട് കൂടിയിട്ട് വേറെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആ ചൂടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തൊരു എയറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോവുക. പക്ഷേ എന്താ ചെയ്യുക, അനുഭവിച്ച് പോവുകയാണെന്ന് പറയുകയാണേ. വീട്ടിൽ പോയി നിന്നിട്ട് കാര്യമില്ല, 2 കുട്ടികളുണ്ട്, പിന്നെ പ്രായം ഇത്രയായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, അനുഭവിക്കുക അല്ലാതെ നിവൃത്തിയില്ലാണ്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരും അല്ലെങ്കിൽ കടന്നു പോയവരും ഉണ്ടായിരിക്കും, അവർക്കറിയാം ഈ വിഷമങ്ങൾ. വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല, അഥവാ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് ദേഷ്യപ്പെടില്ല, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിച്ചിട്ട് അങ്ങനെ പറയും. പിന്നെ എന്തെങ്കിലും ബാക്കി സംസാരിക്കേണ്ടതായ ആൾക്കാർ വരുമല്ലോ, വല്ല പിരിവുകാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ആ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ മുന്നിലേക്ക് വരില്ല. അപ്പോൾ ഇവളോട് പറയും പോയി നോക്കാനായിട്ട്. അപ്പോൾ അവരോടൊക്കെ ഇവള് സംസാരിക്കണം. അപ്പോൾ ആൾ പിന്നിലേക്ക് വരാതെ ഇവളെന്നെ ഉന്തിത്തള്ളി വിടും. അല്ലാത്തടത്തൊക്കെ ആൾ മുൻപന്തിയിലും ഇവളെന്നെ പിന്നാക്കുന്നത്. അപ്പോൾ ഓരോ അവസ്ഥകൾ. അപ്പോൾ ഇതൊന്ന് എനിക്ക് പങ്കുവെക്കണം തോന്നിയത് കൊണ്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.